ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കിഫ്ബി മോഡലിനെ സംബന്ധിച്ച് ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ, ഒരു അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആശയങ്ങളുണ്ട്. പക്ഷേ ഈ 2023-24 കേന്ദ്ര ബഡ്ജറ്റ് ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അതിനകത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിന് ഉള്ള ആ ഒരു ഏജൻസിയുടെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയി. അന്ന് ആ ബഡ്ജറ്റിൽ പറഞ്ഞത് 9 ലക്ഷം കോടി രൂപ ഈ രീതിയിൽ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കും, അതിനൊരു പ്രത്യേക ഏജൻസിയെ കൊണ്ടുവരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം ആ 9 ലക്ഷം കോടി രൂപയിൽ 3 ലക്ഷം കോടി രൂപ ആ രീതിയിൽ സമാഹരിക്കുന്നതിനുള്ള അതിന് അംഗീകാരം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പ്രോസസ്സിൽ അത് കിഫ്ബി മോഡലിനെ റെപ്ലിക്ക് ചെയ്ത് കിഫ്ബി മോഡലിനെ അനുകരിച്ചുകൊണ്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇന്ത്യ സർക്കാരിന്റെ പൊതുകടത്തിൽ പെടുന്നുമില്ല. കോൺഗ്രസ് എവിടെ എതിർത്തായിട്ട് നമ്മൾ കാണുന്നില്ല, പൊതുകടത്തിൽ പെടുന്നില്ല. ഇതേ തന്നെ സെയിം മോഡൽ തന്നെ. പക്ഷെ എവിടെയെങ്കിലും അത് തെറ്റാണ്, ആ രീതിയിൽ കടമെടുക്കുന്നത് ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരു കാര്യമാണ്. അത് രാജ്യത്തിൻ്റെ കടബാധ്യത കൂടുതൽ ദുർവഹമാക്കും, സങ്കീർണമാക്കും എന്നുള്ള വിമർശനം എവിടെയെങ്കിലും കോൺഗ്രസ് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ശരത്ത് കേട്ടിട്ടുണ്ടെന്ന്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് അല്ല, അതിന് വലിയ സംഭവമാണ്, അത് സാമ്പത്തിക സ്ഥിതിയെ ദുർബലപ്പെടുത്തും, അത് നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് എന്നൊക്കെയുള്ള വിമർശനം ഉയരുന്നു. അതേ സമയത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം ഇന്ന രീതിയിലാണ്. അപ്പം ഞാൻ പറയണ ഈ ശരത്ത് നേരത്തെ സൂചിപ്പിച്ച് തമാശയായിട്ട് പറഞ്ഞെങ്കിലും വേറെ ഏതൊക്കെയോ ഏജൻസി ഉണ്ടാവുമായിരിക്കും, ഏതാണെന്ന് നമുക്കറിയില്ല. ലോകത്ത് അറിയാവുന്ന മാർഗങ്ങളൊക്കെ നമ്മുടെ ചെറിയ അറിവിൽ ഇതൊക്കെയാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് കുറെ എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആ ആശയം ജനങ്ങളുടെ മുമ്പാകെ വെക്കണം. ജനങ്ങൾക്ക് പല വേദികളിലും മാധ്യമങ്ങളിലൂടെയും മറ്റു രീതിയിലൂടെയും ഇതാണ് കിഫ്ബിക്ക് ബദലായിട്ട് UDF വയ്ക്കുന്ന ആശയം. അപ്പൊ അതിൽ ഏത് നല്ലതെന്ന് മാധ്യമങ്ങൾക്ക് കഴിയും. പക്ഷെ ആശയം വെക്കുന്നില്ല. അതാണ് അതിനകത്ത് വരുന്ന പ്രശ്നം. ശരത്തെ, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും, ഉറക്കം അടിക്കുന്നവരെ പറ്റത്തില്ല. എനിക്ക് ജോർജ് ജോസഫ് സാറിനെയൊക്കെ ബോധിപ്പിക്കാൻ വലിയ പാടായില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പാടായിരിക്കുമെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് അല്ല, അദ്ദേഹം പറഞ്ഞത്, ലിജു പറഞ്ഞത് ഞങ്ങൾ അതിന്റെ പ്രോസസിംഗിലാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കിഫ്ബി റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള സുതാര്യമല്ലാത്ത സാമ്പത്തിക മോഡലല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആയ ഒരു സാമ്പത്തിക സമാഹരണ മോഡലാണ്. അത് ഞങ്ങൾ നേരത്തെ പോലെ പറയുന്നതാണ്. ലിജു, അതിന്റെ ബദൽ എങ്ങനെ, അതിന്റെ ക്ലാരിറ്റി സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏജൻസികളിൽ നിന്നാണ് ധനം സമാഹരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ പറയാൻ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് പിന്നാലെ വരുമെന്നാണ് ലിജു പറഞ്ഞത്. ഇത്തരത്തിലാവില്ല ലിജു പറഞ്ഞത്. ഇപ്പോഴും അതിൽ വ്യക്തത വന്നിട്ടില്ല, കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരും. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശരത്തിന് വ്യക്തത വരുമെന്ന്. എന്റെ കാര്യം ശരത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലെന്നേ. ലിജു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകാമെങ്കിലും നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഞാനല്ലേ. എന്തിന് ഇത് അങ്ങനെ പറയുമ്പോ വീണ്ടും ഞാൻ പറഞ്ഞെന്താണ്, ആശയം മനസ്സിലായില്ല, അതാണ് പ്രശ്നം. അതെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് പറയാണ്. അതായത് കിഫ്ബി റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പത്തികമായി നിങ്ങൾ ലോൺ എടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ പറ്റാവുന്നതിനപ്പുറത്തുള്ള ആളുകളെ കുറിച്ച് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ഇത്തരത്തിലുള്ള ഏജൻസികൾ കിഫ്ബി എടുത്തിട്ടുള്ളല്ല മറ്റൊന്നും എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞ് എനിക്ക് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങളുടെ അജ്ഞത. അതേക്കുറിച്ചല്ല പറഞ്ഞത് ലിജു, അതല്ല പറഞ്ഞത്. അതെ, ഞാനതാണ് പറയാൻ ശ്രമിച്ചത്. അത് അങ്ങയുടെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് പറയുകയാണ് എടുത്തിട്ടുള്ള ഏജൻസികൾക്കല്ലാതെ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഗ്യാരണ്ടീസിലൂടെ അല്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാൻ പറ്റും? നിങ്ങളുടെ പരിപാടി എന്താണ് എന്ന് വ്യക്തമാക്കൂ. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നതിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. പരിപാടി വ്യക്തമാക്കൂ.